ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജു. അപ്പൊ നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ 7 വേണ്ടി. ബിഗ് ബോസ് സീസൺ 7 മത്സരിക്കുന്ന മത്സരാർത്ഥികളുടെ പേരിന്റെ അപ്ഡേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 95% ഉറപ്പിക്കാവുന്ന പേരുകളാണ്, ആ ഒരു അപ്ഡേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്ന പേര്, ആള് ഒരു ആക്ടറാണ്, പിന്നെ സിംഗറാണ്. അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലൂടെ നമ്മുടെയൊക്കെ മനം കവർന്ന അപ്പാനി ശരത്ത്. നമുക്കൊക്കെ അറിയാം, കൊച്ചു കുട്ടികൾക്ക് പോലും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആക്ടറാണ് അപ്പാനി ശരത്ത്. വളരെ വിശ്വസിക്കാവുന്നിടത്തു നിന്നാണ് നമുക്ക് ഈ ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 99% അപ്പാനി ശരത്തിനെ ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 7 നമുക്ക് ഉറപ്പിക്കാം. ഇനി നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്നത് ഒരു ആങ്കർ ആണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലതുപോലെ സജീവമായിട്ട് നിൽക്കുന്ന നമ്മുടെ RJ അഞ്ജലിയാണ്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന പ്രകൃതക്കാരിയാണ് നമ്മുടെ RJ അഞ്ജലി. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 7 എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. മൂന്നാമതായിട്ട് ആരാണെന്നല്ലേ, സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്, അതുപോലെ തന്നെ സിനിമാ താരമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. മറ്റാരുമല്ല, നമ്മുടെ ബിനീഷ് ബാസിനാണ് മൂന്നാമത്തെ ആള്. ഇനി നമ്മൾ നാലാമത് പറയുന്ന ആള് അത്ര ചെറിയ ആളൊന്നും അല്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്, സീരിയൽ നടനാണ്, ഒരുപാട് സീരിയലിലൊക്കെ വേഷമിട്ടിട്ടുള്ള ഒരാളാണ്, ഒട്ടും വിട്ടുകൊടുക്കാത്ത ഒരു ക്യാരക്ടർ ഉള്ള ഒരാളാണ്. മറ്റാരുമല്ല, നമ്മുടെ ആദിത്യൻ ജയനാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ അഞ്ചാമതായിട്ട് പറയാൻ പോകുന്ന ആള് ചില്ലറക്കാരിയൊന്നും അല്ല, ഒരു ലേഡിയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലതുപോലെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്, നല്ലൊരു പുലിക്കുട്ടി തന്നെയാണ്, സീരിയൽ നടിയാണ്, നമുക്കൊക്കെ ഒരുപാട് അറിയാവുന്ന ഒരാളാണ്. മറ്റാരുമല്ല, നമ്മുടെ രേഖ രതീഷാണ്. വെട്ടൊന്ന് മുറി രണ്ട് എന്നൊരു ക്യാരക്ടറാണ് നമ്മുടെ രേഖ രതീഷിൻ്റെത്. അപ്പൊ ഈ 5 പേര് ഒന്നിനൊന്നിനും മെച്ചമാണ്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആറാമത് ആരാണ് ബിഗ് ബോസ് സീസൺ 7 അപ്പം ആള് വന്നിട്ടുള്ളത് റിയാലിറ്റി ഷോയിലൂടെയാണ് ആള് വന്നിട്ടുള്ളത്. ഒരു സിംഗറാണ്, അക്ബർ ഖാൻ ആണ് ആറാമത് ഞാൻ പറയുന്ന ആള്. ഏകദേശം നമുക്ക് ഉറപ്പിക്കാം, ഒരു 90% നമുക്ക് ഉറപ്പിക്കാം ഈ ബിഗ് ബോസ് സീസൺ 7 അക്ബർ ഖാൻ ഉണ്ടെന്നുള്ളത്. ഇനി ഏഴാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ാണ്, നമ്മുടെയൊക്കെ വീട്ടിലേതെന്ന് പറയുന്ന പോലെ ഒരു കുട്ടിയാണ്, നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ അനുക്കുട്ടിയാണ്. അനുക്കുട്ടി എല്ലാവർക്കും അറിയാം, അനുക്കുട്ടി ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അനുക്കുട്ടി ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 7 ഉണ്ടെന്ന് ഉറപ്പിച്ചു. ഇനി എട്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ആള് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഒരുപാട് സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിംഗ് ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന, നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഒത്തിരി വിമർശനങ്ങളിലൂടെയൊക്കെ വന്നിട്ടുള്ള നമ്മുടെ രേണുസുതിയാണ്. അപ്പൊ രേണുസുതി ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവ്. ഏകദേശം ഒരു 90-95% നമുക്ക് ഉറപ്പിക്കാം ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 7 രേണുസുതി ഉണ്ടാവും എന്നുള്ളത്. ഇനി ഒമ്പതാമത്തെ ആള് ഭയങ്കരമായിട്ട് പുലിക്കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം, അതുക്കും മേലെ വേണമെങ്കിൽ പറയാം. ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന ആളാണ്, ഒന്ന് അടിച്ചാൽ തിരിച്ചടിക്കുമെന്നൊക്കെ ഉള്ള ഒരു പ്രകൃതക്കാരിയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ശാരികയാണ്. ഇനി 10ാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അത് മറ്റാരുമല്ല, ബബിത ബബിയാണ്. ഒരുപാട് വീഡിയോസിലൂടെയൊക്കെ നമുക്ക് സുപരിചിതയാണ് ബബിത ബബി. അപ്പൊ ബബിത ബബി ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ഇനി 11ാമത്തെ ആള്, ഇത് ഇച്ചിരി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സൈബർ അറ്റാക്ക് ഒക്കെ നേരിട്ട, ഒരുപാട് വിമർശനങ്ങളൊക്കെ നേരിട്ടിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ്. ഒരു സമയത്തൊക്കെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരാളാണ്. ശരിക്കും എന്ത് വന്നാലും നേരിടും, ഒന്നിനെയും കൂസാത്ത, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു മത്സരാർത്ഥിയാണ്. അത് മറ്റാരുമല്ല, ആദില നൂറയാണ് ഒരു മത്സരാർത്ഥി. ഇനി നമ്മൾ 12ാമത് പറയുന്നത്, ഇതും ഏകദേശം ഒരു 90-95% നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഏഷ്യാനെറ്റ് സീരിയലിലൂടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സീരിയലിലെ അഭിനേത്രിയാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. സീരിയലിലൊക്കെ ഒരു പാവം കുട്ടിയാണ്, പക്ഷെ ഈ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പുലിക്കുട്ടിയായി മാറാവുന്ന ഒരു മത്സരാർത്ഥി ആയിരിക്കും. അപ്പൊ അത് മറ്റാരുമല്ല, നമ്മുടെ ഐശ്വര്യയാണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഈ 12 മത്സരാർത്ഥികളും എന്തായാലും മലയാളം ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാകുമെന്നാണ് ഏകദേശം 90-95% നമ്മൾ ഉറപ്പാക്കിയിരിക്കുന്നത്. അത്രയും നമുക്ക് വിശ്വസിക്കാവുന്നിടത്തു നിന്നാണ് നമുക്ക് ഈ ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവരൊക്കെയാണ് ഇത്തവണത്തെ മലയാളം ബിഗ് ബോസ് സീസൺ 7 വരുന്നതെങ്കിൽ ശരിക്കും ഒരു പൊടി പൂരം തന്നെയായിരിക്കും ഇത്തവണത്തെ ബിഗ് ബോസ്. നമുക്കും വേണ്ടത് അങ്ങനെയാണല്ലോ. അല്ലാതെ നമുക്കൊരു പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവത്തില്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 12 പേരിലും നമുക്ക് ഏകദേശം അറിയാവുന്നവരാണ്.
സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാവുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനും ഇവരൊക്കെ എന്താണെന്ന് അറിയാനും ഒക്കെ ഒരു ആകാംക്ഷ ഉണ്ടാവും. എന്തായാലും ഈ പറഞ്ഞ 12 പേരും ഒന്നിനൊന്നിന് മെച്ചമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ 7 വേണ്ടിയിട്ട്. അപ്പോൾ പുതിയ പുതിയ അപ്ഡേഷനുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.